യോഗ്യത ഉണ്ടോ? ഞാൻ വേറുള്ളവരെ യോഗ്യത അല്ല പരിശോധിക്കേണ്ടത്, ഞാൻ എൻ്റെ യോഗ്യതയാണ് പരിശോധിക്കേണ്ടത്. ഞാൻ നിങ്ങളൊക്കെ യോഗ്യത പരിശോധിച്ചിട്ട് എന്താ കാര്യം? എൻ്റെ യോഗ്യത എന്തെന്നുള്ളതല്ലേ ഞാൻ പരിശോധിക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും നമുക്ക് വാപ്പാർക്ക് പരിശുദ്ധമായ ഖുർആനിലെ ഒരു വാപ്പ തൻ്റെ മകന് കൊടുത്ത ഉപദേശമുണ്ട്. ഒരു വാപ്പ മകന് കൊടുത്ത ഉപദേശം അത് പറയാനായിട്ട് ഖുർആനിലൊരു സൂറത്തുണ്ട്, സൂറത്തുൽ ലുഖ്മാൻ. وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ. وَإِذْ قَالَ لُقْمَانُ لِابْنِهِ, ലുക്മാൻ തൻ്റെ മകനോട് പറഞ്ഞ സന്ദർഭം, യാ ബുനയ്യ, കുഞ്ഞിമോനെ, ലാ തുശ്രിക് ബില്ലാ, നീ അള്ളാഹുവിനോട് പങ്കു ചേർക്കരുത് കേട്ടോ. ഇന്ന ശിർക്ക് ലദുൽമുൻ അദീം. ഒരുപാട് ഉപദേശങ്ങളാണ്. ശിർക്ക് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഒരു വേൾഡ് വൈഡായിട്ടുള്ള ലോകവ്യാപകമായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നത്തെക്കുറിച്ച് തൻ്റെ മകനെ ലുക്മാൻ അലൈഹിസ്സലാം പഠിപ്പിക്കുന്നതാണ് രംഗം. ലുക്മാൻ അലൈഹിസ്സലാം പ്രവാചകനല്ല എന്നതാണ് മുഅ്തമദായ അഭിപ്രായം. ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു, നല്ലൊരു സ്വാലിഹായ മനുഷ്യനാണ് സയ്യിദുനാ ലുക്മാൻ അലൈഹിസ്സലാം. കറുത്ത വർഗക്കാരനാണ് സയ്യിദുനാ ലുക്മാൻ, കറുത്ത വർഗക്കാരനായ ഒരാളാണ്. മൂപ്പര് തൻ്റെ മകന് കൊടുത്ത ഉപദേശം ഖുർആനിലുണ്ട്. എന്താ ലുക്മാന് മകനെ ഉപദേശിക്കാണ്ടായ യോഗ്യത? അതിനൊരു യോഗ്യത ഉണ്ട്. ലുക്മാന് ഒരു ഉമ്മ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉമ്മ ഉണ്ട്, ലുക്മാനും ഉമ്മ ഉണ്ട്. ലുക്മാന് എന്നും രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉമ്മാനോട് ചോദിക്കും, ഉമ്മ ലുക്മാൻ പോവുകയാണ്, വരുമ്പോൾ നിങ്ങൾക്ക് എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കും. എന്നും ചോദിക്കും, എല്ലാ ദിവസവും ചോദിക്കും. ഉമ്മ എന്തേലും ഒന്ന് പറയും, വരുമ്പോൾ കൊടുന്നു കൊടുക്കും. ഉമ്മക്ക് പ്രായമായി, പ്രായത്തിൻ്റെ അസ്വസ്ഥതകൾ ഇങ്ങനെ തുടങ്ങി. ഒരു ദിവസം ലുക്മാൻ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഞാൻ പോവുകയാണ്, ഉമ്മക്ക് വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടത് ചോദിച്ചു. ഉമ്മ പറഞ്ഞു, മോനെ, ഒന്ന് വൈകുന്നേരം വരുമ്പോൾ സ്വർഗത്തു നിന്നൊരു പിടി മണ്ണുണ്ട് പറഞ്ഞു. സ്വർഗത്തു നിന്ന് ഒരു പിടി മണ്ണ്. ഉമ്മാൻ്റെ കാലിലോട്ട് നിന്ന് ഇങ്ങനെ ഒരു പിടി മണ്ണെടുത്ത് കണ്ട് ഉമ്മാക്ക് കൊടുത്തിട്ട് ലുക്മാൻ പറഞ്ഞു, ഇത്രേ ഉമ്മ, സ്വർഗത്തിലെ ഒരു പടി മണ്ണ് തന്നെയാണ്, ഇത് കൊണ്ടുവരാനാണെങ്കിൽ ഞാൻ ഇന്ന് പോണില്ല, ഇവിടെ തന്നെ ഉണ്ട് പറഞ്ഞു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലക്കാരനല്ല ലുക്മാൻ റളിയല്ലാഹു അൻഹു കേട്ടോ. പക്ഷെ സ്വർഗം ഉമ്മാൻ്റെ കാലിലോട്ടിലാണ് എന്നത് ആദം നബി മുതലുള്ള തത്വമാണ്. നമ്മൾ എത്ര ആൾക്ക് ഉമ്മാൻ്റെ കാലിലോട്ടാണ് സ്വർഗം എന്ന് ഉറപ്പായിട്ടുണ്ട്? തന്നെയാണ് ഒരു പ്രശ്നം. ലുക്മാന് ഉറപ്പായിരുന്നു, അതുകൊണ്ട് മൂപ്പര മകനെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടായി. നമുക്കൊരു 5 സെന്റ് സ്ഥലവും